ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കിരൺ സ്റ്റഡി സർക്കിളിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇതൊരു ചെറിയ വീഡിയോ ആണ്, കാരണം നമ്മൾ പ്ലേലിസ്റ്റ് ഉണ്ടാക്കാൻ പോവുക. ആ പ്ലേലിസ്റ്റിനെ കുറിച്ച് ഓൾറെഡി നമ്മൾ നമ്മുടെ വീക്ക്ലി ടൈം ടേബിൾ ഒക്കെ പറഞ്ഞിട്ടുണ്ടാവും. എന്നാൽ നമ്മളൊരു ജസ്റ്റ് ഒരു 5 മിനിറ്റ്സ് എന്താണ് ഈ പ്ലേലിസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് പറയാൻ വേണ്ടി മാത്രമുള്ള ഒരു വീഡിയോ ആണ്. ഓക്കെ, സോ ആസ് യൂഷ്വൽ നമുക്കവിടെ 2 ടെലഗ്രാം ചാനലുണ്ട്. @കിരൺ സ്റ്റഡി സർക്കിൾ ഡിഗ്രി, അതുപോലെ @കിരൺ PSC സ്റ്റഡി സർക്കിൾ. കോമൺ ആയിട്ട് എല്ലാം പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ @കിരൺ PSC സ്റ്റഡി സർക്കിളിൽ ജോയിൻ ചെയ്യാം. അല്ല, ഡിഗ്രിക്ക് വേണ്ടി ഫോക്കസ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ @കിരൺ സ്റ്റഡി സർക്കിൾ ഡിഗ്രിന്ന് ജോയിൻ ചെയ്യാം. കാരണം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഡിഗ്രി ലെവൽ എക്സാംസിന് വേണ്ടിയിട്ടുള്ള 2026 ഡിഗ്രിയിലെ എക്സാംസിന് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ഒരു പ്ലേലിസ്റ്റ് ആണ്. ഓക്കെ, അപ്പൊ ഈ പ്ലേലിസ്റ്റിൽ എന്തൊക്കെയാണ് ഉണ്ടാവുക, അതായത് ഒരു സെപ്പറേറ്റ് പ്ലേലിസ്റ്റ് ഉണ്ട്. ഡിഗ്രി മെയിൻസിനും പ്രിലിംസിനും കൂടി ചേർത്തിട്ടുള്ള റിവിഷൻ ആണ്. ഓക്കെ, ഇതിൽ കറണ്ട് അഫയേഴ്സ് വീഡിയോസ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. ഈ പ്ലേലിസ്റ്റ് നിങ്ങളുടെ എക്സാം ടൈമിൽ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. ഇപ്പൊ നമ്മളൊരു സ്ട്രാറ്റജി വീഡിയോ ഇട്ടിട്ടുണ്ട് ഓൾറെഡി ഈ പ്ലേലിസ്റ്റിൽ. അതാണ് ആദ്യത്തെ വീഡിയോ ഉണ്ടാവുക. ആ സ്ട്രാറ്റജിയിൽ നമുക്ക് അത് എങ്ങനെ വർക്ക് ചെയ്യുന്നു, ഓരോ വീക്ക് കഴിയുമ്പോൾ ഒരുപാട് ഡൗട്ട്സ് ഉണ്ടാവും. പിന്നെ അതുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് ഡൗട്ട്സ് എല്ലാം വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ അത് കഴിയുന്നത്ര ക്ലിയർ ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്നാലും ഒരു ഡൗട്ട് ഉണ്ടാവുമല്ലോ. അപ്പൊ അത് നമുക്ക് വീക്ക്ലി നമ്മൾ സ്ട്രാറ്റജിയിൽ എന്തായി, എങ്ങനെയായി എന്നതിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. എന്നാൽ സിമ്പിളായി പറയുകയാണെങ്കിൽ ഈ പ്ലേലിസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള PYQ ഡിസ്കഷൻസ് അവിടെ ഉണ്ടാവും. പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യുന്നതായിരിക്കും വീക്ക്ലി ടോപ്പിക്സുമായി ബന്ധപ്പെട്ടിട്ട്. ഓക്കെ, സിലബസുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കറണ്ട് അഫയേഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഇനി ആ കറണ്ട് അഫയേഴ്സിന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസും വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഓരോ സബ്ജക്റ്റിന് വേണ്ടിയിട്ടുള്ള സ്ട്രാറ്റജിയും നമ്മൾ ഇതിൽ ഇടുന്നതായിരിക്കും. ഹോട്ട് ടോപ്പിക്സ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഷുവർ ഷോർട്ട് ആയിട്ട് വരാൻ പോകുന്ന ക്വസ്റ്റ്യൻസും അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളും ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അനാലിസിസ് ടൈം, അതായത് കുറച്ച് കൂലങ്കഷമായി ആലോചിച്ച് ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ആ ക്വസ്റ്റ്യൻസ് എല്ലാം ഈ പ്ലേലിസ്റ്റ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. പക്ഷെ ഇതുമായി ബന്ധപ്പെട്ട ക്ലാസ്സസ് എന്ന് പറയുന്നത് സെപ്പറേറ്റ് ആയിട്ട് അതിനുള്ള പ്ലേലിസ്റ്റ് സെപ്പറേറ്റ് ഉണ്ടാവും. അതിലായിരിക്കും ഉണ്ടാവുക. ഈ പർട്ടിക്കുലർ പ്ലേലിസ്റ്റിൽ എന്താ ഉള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ക്വസ്റ്റ്യൻ പ്രഡിക്ഷൻ, വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് നമ്മളിവിടെ വരുന്നതായിരിക്കും. വീക്ക്ലി അനാലിസിസ് ഓഫ് സ്ട്രാറ്റജി, അതായത് ഓരോ വീക്കും നമ്മൾ ഇന്നത് പഠിക്കുന്നുണ്ടാവില്ലേ, പഠിച്ചത് കൊണ്ട് എന്താ ഗുണമുണ്ടായേ, പിന്നെ പഠിച്ചുകൊണ്ട് മാർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നോ, അത് മാത്രം പഠിച്ചാൽ മതിയോ, ഇനി എന്താ പഠിക്കണ്ടേ എന്നുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള വീക്ക്ലി അനാലിസിസ് അവിടെ ഉണ്ടാവും. എക്സാമിന്റെ ലാസ്റ്റ് ടൈംസ് ആകുമ്പോൾ നമ്മൾ മാരത്തോൺ സെഷൻസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ എനിക്ക് പറയാനുള്ളത് സ്റ്റേ ട്യൂൺഡ് ഫോർ മോർ വീഡിയോസ്, അതായത് ഇനി ഇതേപോലെ വീഡിയോസ് വരുന്നതായിരിക്കും. ആ സമയത്ത് നിങ്ങൾ ഈ പ്ലേലിസ്റ്റ് വളരെയധികം ഹെൽപ്ഫുൾ ആവായിരിക്കും. ഇത്രയും നമുക്ക് പറയാനുള്ളൂ. അത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു വീഡിയോ ഉണ്ടാക്കിയിരിക്കുന്നത്. ഓക്കെ, സോ താങ്ക് യു. അപ്പൊ ഇതേപോലൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണുന്നവരെ ടാറ്റാ, ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.